നമസ്കാരം. നമസ്കാരം. ഞാൻ ശരവൺ മഹേശ്വർ. ഇന്ന് എൻ്റെ ചാനലിൽ എൻ്റെ അച്ഛൻ്റെ തറവാടായ കുമരകത്തെ വേളൂത്തറയിൽ 15 വർഷത്തിന് ശേഷം ഞാനിവിടെ വരികയാണ്. ഞാനും എൻ്റെ കുടുംബവുമായിട്ട് ഇവിടെ വന്ന് എല്ലാവരെയും കാണുകയാണ്. ഇദ്ദേഹം വലിയൊരു നാടക നടനൊക്കെയാണ്. നാടക പ്രവർത്തകനും സംവിധായകനുമൊക്കെയാണ്. കലിക ബാബു എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ചേട്ടാ, എത്ര വർഷക്കാലം നാടകത്തിലുണ്ടായിരുന്നു? 20 വർഷത്തോളം. എന്തെങ്കിലും അവാർഡുകളും എല്ലാം കിട്ടിയിട്ടുണ്ടോ? അവാർഡുകൾ ധാരാളം കിട്ടി. അത് ശരി. എടുത്തു പറയുന്ന കാലത്ത് ഇത് നാടക ട്രൂപ്പിൻ്റെ തന്നെ. അത് ശരി. പിന്നെ നാടകം എഴുതുകയും സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നാടകം സംവിധാനം ചെയ്യും. അത് ശരി. എഴുതുന്ന ചുരുക്കമാണ്. അത് ശരി ശരി. ധാരാളം നാടകം സംവിധാനം ചെയ്തിട്ടുണ്ട്. ധാരാളം കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അത് ശരി. എല്ലാവരും നല്ല സ്റ്റേജിൽ എത്തുകയും ചെയ്തു. അത് ശരി ശരി. ഒരു പ്രാവശ്യം ഓർക്കാപ്പുറത്ത് നാടകത്തിൽ ഒരു പയ്യനെ എടുപ്പിച്ചു. അത്യാവശ്യം വേണ്ടി വന്നു. പയ്യൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യനൊരു വേറൊരു പേരുണ്ടായിരുന്നു. അത് ആർക്കും അറിയാൻ പറ്റായിരുന്നു. ഇവൻ്റെ നാട്ടിൽ ഈ നാടകം ബുക്ക് ചെയ്തു കളിക്കാൻ ചെന്നപ്പോൾ നാട്ടിലുള്ള പിള്ളേരെല്ലാം കൂടെ എടാ മോനെ എന്നൊരു വിളിച്ചു. അപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം കൂടെ ഞാൻ അടി വെച്ചു കൊടുത്തു ഇവരിട്ട്. പയ്യൻ ബോധം കെട്ട് താഴെ വീണു. അന്നും അതാ പയ്യൻ പറയുന്നത്, ചേട്ടാ ഈ എവിടെ നാടുകൊണ്ടെങ്കിലും എന്നെ ഒന്ന് അടിച്ചേക്കണം. ഞങ്ങൾ പിന്നെ ആ പയ്യൻ ഉണർന്ന് ട്രെയിനിൽ വരുന്നിടം വരെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ ആ പയ്യനെ വലിയ ഇഷ്ടമായി. അവനാണ് ഗീതയുടെ മെയിൻ നടനായിട്ട് വന്നത്. മെയിൻ നടനായിട്ട് വന്നത്. അങ്ങനെ ഒത്തിരി നേരെ കൊണ്ടുവന്നിട്ടുണ്ട്. റെയിൽവേയിൽ എത്ര കൊല്ലം ജോലി? റെയിൽവേയിൽ 15. റെയിൽവേയിൽ 15. പിന്നെ പട്ടാളത്തിൽ 15. പട്ടാളത്തിൽ 15 കൊല്ലം, റെയിൽവേയിൽ 15 കൊല്ലം. 10-30 വർഷം. ഇപ്പം വിശ്രമ ജീവിതമാണ്. കുട്ടികളെയൊക്കെ കല്യാണം കഴിച്ചെല്ലാം അവരവരുടെ വിട്ടു. അതെല്ലാം പോയി. ഞാനും വൈഫും മാത്രം ഇപ്പോൾ വീട്ടിലുണ്ട്. ഞങ്ങൾ റെസ്റ്റ് ചെയ്തു. ശരി. എന്നെ കണ്ടപ്പോൾ എന്ത് ഈ 15 വർഷത്തിന് ശേഷം ചേട്ടനെ വളരെ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയ തലയാണ്. അന്ന് നല്ല തിക്ക് മുടിയായിരുന്നു. ഇന്ന് മുടിയില്ല. ഒന്ന് ഒരു ഫിലിം സ്റ്റാറിൻ്റെ ഒരു കട്ട്, ഒരു ഫിലിം സ്റ്റാറിൻ്റെ കട്ടുണ്ടെന്നാണ് പറയുന്നത്. ആർക്കറിയാം? പഴയ ഒരു നടൻ്റെ കട്ടുണ്ട്. ഏത് നടനാണെന്ന് ഓർമ്മയില്ല. ഞാൻ കണ്ടപ്പം അത് പറയണമെന്ന് വിചാരിച്ചു. എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലേക്ക്, അച്ഛൻ ജനിച്ചതും വളർന്നതും അച്ഛൻ്റെ ബാല്യകാലവും യൗവനകാലവും ഒക്കെ ചെലവഴിച്ച് ഇവിടെ എല്ലാ വർഷവും സ്കൂൾ അടപ്പിന് ഞാനിവിടെ വരുമായിരുന്നു. അച്ഛൻ്റെ 2 സഹോദരിമാർ, കൊച്ചപ്പച്ചയും വലിയപ്പച്ചയും, 90 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് അവരിവിടെ നിന്നും മടങ്ങി. അവരുടെ മക്കളും ചെറുമക്കളും ഒക്കെ ആയിട്ട് ഒരു വലിയൊരു കുടുംബം ഇന്നിവിടെ വിവിധ വീടുകളിലായിട്ട് താമസിക്കുന്നു. അങ്ങനെ ചേട്ടനെയും കുടുംബത്തെയും കാണാമെന്നതാണ്. എന്തായാലും എനിക്ക് വളരെ സന്തോഷം. കാലം കഴിഞ്ഞാലും ഇദ്ദേഹത്തെ ഓർമ്മിക്കാനും ഇതുപോലൊരു കലാകാരൻ വിശ്രമജീവിതം നയിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എങ്ങനെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയും? എന്തായാലും അദ്ദേഹത്തിനും കുടുംബത്തിനും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.